ഹായ്, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ ഫൈനൽ ആൻസർ കീ വന്നത് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കീ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/25, ആൽഫ കോഡ് A ആണ്. ഒന്നാമത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? B. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 2. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ. ഓപ്ഷൻ C. നെപ്പോളിയൻ. 3. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതെല്ലാം? ഓപ്ഷൻ B. 2, 3. 1923 ലാഹോർ സമ്മേളനം നടന്നത്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓപ്ഷൻ B ആണ് 3B. 4. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവും നേതാക്കന്മാരെ കുറിച്ചുമാണ് ചോദിച്ചിരിക്കുന്നത്. ബഹദൂർ ഷാ, ഡൽഹി, ഷാമൽ ബരാട്ട്, മൗലവി അഹമ്മദുള്ള, ഫൈസാബാദ്, ബീഗം ഹസ്രത് മഹൽ, ലക്നൗ. ഓപ്ഷൻ D. 4. ഓപ്ഷൻ D. 5. തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം. ഓപ്ഷൻ B. 1865. 6. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സജി ചെറിയാനാണ്. ഓപ്ഷൻ C. സജി ചെറിയാൻ. 7. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉപ്പ് തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ശരി. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ശരി. Aയും Bയും ശരിയായ പ്രസ്താവനയാണ്. B എന്നത് Aയുടെ ശരിയായ വിശദീകരണമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ആൻസർ A. 8. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ A. ഇരുമ്പ്, നിക്കൽ, നൈഫ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ് ഭൂമിയിലെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. ഓപ്ഷൻ A. ഇരുമ്പ്, നിക്കൽ. 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ B ആണ് ആൻസർ. ശരിയായത് ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. 4. വയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഇത് രണ്ടും ശരിയാണ്. 10. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ C. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ C. ഇടുക്കി. 10. ഓപ്ഷൻ C. 11ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുകയായിരുന്നു, അത് ഡിലീറ്റഡ് ആണ്. 12. താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ D. ലിഗ്നൈറ്റ്. ബ്രൗൺ ഡയമണ്ട്, ലിഗ്നൈറ്റ്. 12 D. 13. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ D. പാവപ്പെട്ടവൻ്റെ ബാങ്ക്. അത് RBI അല്ല. RBI വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനും ബാങ്കുകളുടെ ബാങ്കെന്നും സർക്കാരിൻ്റെ ബാങ്കെന്നുമാണ് അറിയപ്പെടുന്നത്. 13 ഓപ്ഷൻ തെറ്റ്, D ആണ്. 14. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം. ഓപ്ഷൻ C. നബാർഡ്. 14 ഓപ്ഷൻ C. നബാർഡ്. 15. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ B. ദാദാഭായ് നവറോജി. 15 ഓപ്ഷൻ B. ദാദാഭായ് നവറോജി. 16. നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്. ഓപ്ഷൻ A ആണ്. ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 17. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ A. തൃതീയ മേഖല. 18. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ B. RBI. 19. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ C ആണ് ആമുഖം. 20. കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ B ആണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമസംഹിത നടപ്പിലാക്കുക. വകുപ്പ് 44. അത് കൂട്ടത്തിൽ ചേരാത്തത് കാരണം ബാക്കിയെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുമാണ്. ഓക്കെ. സൈനികമോ വിദ്യാഭ്യാസപരമായ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകാൻ പാടില്ല. വകുപ്പ് 18 ശരിയാണ്. തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന 17 ശരിയാണ്. മനുഷ്യക്കച്ചവടം നിരോധിക്കുന്നത് വകുപ്പ് 23 ശരിയാണ്. പക്ഷേ ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. 21. ചേരുംപടി ചേർക്കുക. ഭരണഘടനാ ഭേദഗതികൾ. 42ാം ഭേദഗതി ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നു, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അത് അത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ ഭരണഘടനയിൽ. 44ാം ഭേദഗതി വകുപ്പ് 300A, അത് സ്വത്തവകാശത്തിൻ്റേതായിരുന്നു. അത് 1978 നടപ്പിലാക്കിയത്. 73ാം ഭേദഗതി 11ാം പട്ടിക, അത് ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 86ാം ഭേദഗതി വകുപ്പ് 21A, വിദ്യാഭ്യാസ മൗലികാവകാശമാക്കിയത്. അപ്പോൾ 21 ഓപ്ഷൻ D ആണ്. 22.
താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനങ്ങൾ, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. 22 ഓപ്ഷൻ ബി. 23 രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. രാജ്യസഭയുടെ കാലാവധി നമ്മൾ പ്രസ്താവിച്ചിട്ടില്ല, അപ്പോൾ ഇതിൽ എല്ലാ പ്രസ്താവനകളും തെറ്റാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരി. ഓക്കെ. 24 ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ എ ആണ് മാത്രം. രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം വിവേചനാധികാരത്തിൽ പെടില്ല. 25 ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ് 104 ഭേദഗതി. 25 ഓപ്ഷൻ ബി 104 ഭേദഗതി. 26 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 26ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. 27 ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 4 ശരി. ഓപ്ഷൻ ഡി. വകുപ്പ് 280 കാലാവധി 5 വർഷം. ആ സമയത്ത് അരവിന്ദ് പനഗരിയായിരുന്നു ചെയർമാൻ. 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 4. 28ാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം ശരിയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. 29 കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ എ ആണ് 15 അംഗങ്ങൾ. 29 ഓപ്ഷൻ എ 15 അംഗങ്ങൾ. 30 താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ബി 60 വയസ്സ്. 30 ഓപ്ഷൻ ബി 60 വയസ്സ്. 31 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി. 31 ഓപ്ഷൻ സി ആണ്. 32 ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി 1 മാത്രം രാം ഡിയോ മിശ്ര. 33 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. 34 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗം കുടലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. 2 പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോടുകൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. 34 ഓപ്ഷൻ സി ആണ് ആൻസർ. 35 മനുഷ്യൻ്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന ബുക്ക് എഴുതിയത്? ഓപ്ഷൻ ബി എലിസബത്ത് കോൾബർട്ട് ആണ്. 35 ഓപ്ഷൻ ബി. 36 ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റാണ്? ഓപ്ഷൻ സി കാർബൺ ക്രെഡിറ്റ്. 37 കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ജീവനി. 37 ഓപ്ഷൻ ഡി. 38 ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം? ഓപ്ഷൻ ബി കുറയുന്നു. 38 ബി. 39 ഡിലീറ്റഡ് ആണ്. 40 എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് മാലൂസ് നിയമം. 41 താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ഡി സ്പൈഡെക്സ്. അത് ഒരു ആൻസർ ചേഞ്ച് വന്നിരിക്കുന്നതാണ്. 42 പദാർത്ഥകണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ സി ഡി ബ്രോഗ്ലി. 43 CuNH3 6 Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ എത്ര? +3 ആണ്. 43 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തതേത്? ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്. 45 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്.
46 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. ശരി. വേലുത്തമ്പി തളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം ശരി. 47ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 47 ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 48 താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ സി ആണ് ശരി, അയ്യത്താൻ ഗോപാലൻ. 48 സി. 49 ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് തെറ്റ്. 50 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരി. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ 51ാമത്തെ ചോദ്യം എന്നിൻ്റെ വില കണ്ടുപിടിക്കാനായിരുന്നു. ഓപ്ഷൻ ബി 6 ആണ്. 51 ഓപ്ഷൻ ബി 6. 52 ഓപ്ഷൻ എ 575 രൂപ. 53 ഓപ്ഷൻ ഡി 6. 54 ഓപ്ഷൻ ബി 500. 55 ഓപ്ഷൻ സി 80. 56 ഓപ്ഷൻ ബി 100. 57 ഓപ്ഷൻ സി ശനി. 58 ഓപ്ഷൻ എ 183. 59 ഓപ്ഷൻ ബി 35. 60 ഡിലീറ്റഡ് ആണ്. ക്യാറ്റ് എന്നത് 9ഉം ഡിയർ എന്നത് 11 എന്നുള്ള ചോദ്യമാണ്. അത് ഡിലീറ്റഡ് ആണ്. 61 ദ ക്വാളിറ്റീസ് ഓഫ് ദ ഓറഞ്ചസ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഓപ്ഷൻ എ. 62 ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. അത് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. 63 നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ. ഓപ്ഷൻ ഡി ഡിഡ് വി. 64 ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം. ഓപ്ഷൻ എ യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ്. 65 ടീച്ചർ കുഡിൻറ്റ്. ഓപ്ഷൻ ബി കീപ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ്. 66 കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് സി ആണ് മെമെൻറ്റോ. 67 നൾ ആൻഡ് വോയിഡ് മീൻസ്. ഓപ്ഷൻ ബി ഇൻവാലിഡ്. 68 ഐക്കണോക്ലാസ്റ്റ്. ഓപ്ഷൻ എ ആണ്. 69 റിപ്പോർട്ടഡ് സ്പീച്ച്. ഓപ്ഷൻ ഡി. 70 എക്സ്പാൻഡ് UPI. ഓപ്ഷൻ എ. 71 മലയാളമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 72 വിണ്ട് പ്ലസ് തലം വിണ്ടലം. ശരി. 73 ആർക്കി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആദിപ്രരൂപം. 74 ചെല്ലം പെരുത്താൽ ചിതലിരിക്കും. ഓപ്ഷൻ എ ആണ്. അതിവാത്സല്യം അപകടകാരിയാണ്. 75 ഒറ്റപ്പദം തിതീർഷ തരണം ചെയ്യാനുള്ള ഇച്ഛ. ഓപ്ഷൻ ഡി. 76 കൂട്ടത്തിൽപ്പെടാത്തത്. ഓപ്ഷൻ ഡി ഉഗ്രം അത്യുഗ്രം. 77 കുതിരയുടെ പര്യായമല്ലാത്തത്. എ നഗജം. 78 കൂട്ടത്തിൽപ്പെടാത്തത്. ഓപ്ഷൻ എ നായകൻ നായകി. 79 പൂജക ബഹുവചനം. ഓപ്ഷൻ ബി വൈദ്യർ. 80 കരണി പ്രസവം അപൂർവമായ സംഭവം. ഓപ്ഷൻ ഡി. 81 അബ്കാരി നിയമം. ഓപ്ഷൻ സി ആണ് ശരി. 82 ENAയുടെ പൂർണ്ണനാമം. ഓപ്ഷൻ ബി. 83 NDPS നിയമപ്രകാരം. ശരി. ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ സി ആണ്. 85 NDPS നിയമപ്രകാരം എന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി 72 മണിക്കൂർ. 86 അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ കൈവശം വയ്ക്കാം ചാരായം. ഓപ്ഷൻ ഡി ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 87 ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിൽ നിന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ ഇതിലേതാ ശരിയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം മാത്രം. 88 കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം. ഓപ്ഷൻ എ മുകളിൽ പറഞ്ഞവയെല്ലാം. മഹാത്മാഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, ശ്രീനാരായണ ഗുരു സമാധി, മഹാത്മാഗാന്ധി ചരമദിനം. 89 ഓപ്ഷൻ സി ബ്ലെൻഡിങ്. 90 ഓപ്ഷൻ ബി 50,000 രൂപ. 91 ഓപ്ഷൻ എ 35 UP. 92 ഓപ്ഷൻ ഡി FL9 ലൈസൻസ്. 93 ഓപ്ഷൻ സി വകുപ്പ് 4. അടുത്ത ചോദ്യം 94ാമത്തത് ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആണ് 100 യാർഡ്. 95 ഓപ്ഷൻ ഡി 18 വയസ്സ്. 96
96 കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജ്ജന മിഷനായ വിമുക്തി മിഷൻ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ഓപ്ഷൻ എ മുഖ്യമന്ത്രി. 97 വിമുക്തി ടോൾ ഫ്രീ നമ്പർ ഓപ്ഷൻ സി. 98 കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജ്ജന മിഷൻ വിമുക്തി രൂപീകരിച്ചത് ഓപ്ഷൻ ബി 2016. 99 2000 IT ആക്ട് പ്രകാരമുള്ള ചോദ്യം. സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിന് ശിക്ഷ ഓപ്ഷൻ എ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 100ാമത്തെ ചോദ്യം. 2000 IT ആക്ട് പ്രകാരം ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധത ഇല്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ക്ലാസ്സസിനുമായിട്ട് PSC റാങ്ക് അപ്പ് ഫോളോ ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്നു തോന്നുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.